Surah 4. Surah 4. Listen, just listen to this. Listen to this. Surah 4, verse 23. Verse 23. I want you to hear this verse. We will continue this. No. I want you to hear this verse. I want you to hear this verse. I want to see your deflection tactics. No. I want you to hear this verse. I want you to hear this verse. So I want you. Just one verse. Just one verse. The Quran. ഈ കേരളം വിട്ടും ഇന്ത്യ വിട്ടുമൊക്കെ പോയിട്ടുള്ളവർക്ക് നന്നായിട്ടറിയാം ഇൻ്റർനെറ്റിൻ്റെ സ്പീഡും സെർച്ച് എഞ്ചിൻ്റെ വേഗതയും നമ്മളൊരു ഡോക്യുമെൻ്റ് സെൻഡ് ചെയ്യുമ്പോഴുണ്ടാകുന്ന സ്പീഡുമൊക്കെ നമ്മൾ അനുഭവിക്കുന്നത് പുറത്തേക്ക് പോകുമ്പോഴാണ്. മിഡിൽ ഈസ്റ്റിൽ പോകുമ്പോൾ, യൂറോപ്പിൽ പോകുമ്പോഴൊക്കെ നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞ് ഇൻ്റർനെറ്റ് ഇട്ട് കുത്തിയാലും ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കത്തേ ഉള്ളൂ പലപ്പോഴും. മറ്റേ നമ്മളൊരു ഡോക്യുമെൻ്റൊക്കെ സെൻഡ് ചെയ്താൽ പറന്നങ്ങ് പോവുകയാണ്. പക്ഷേ ഇൻ്റർനെറ്റ് ഓഫായി പോയത് വേറെ ആർക്കുമല്ല, സാക്ഷാൽ നമ്മുടെ ആരിഫ് ഹുസൈനാണ്. ആരിഫ് ഹുസൈൻ നമ്മൾ സാധാരണ പറയത്തില്ലേ, ഈ എന്താ പറയുന്നത്, നല്ല ഹോട്ടലിൽ നിന്ന് കാപ്പി കുടിച്ചിട്ടില്ല എന്ന് പറയും ചിലരെക്കുറിച്ച് പറയുമ്പം, അല്ലെങ്കിൽ നല്ല മരത്തിൽ കയറിയിട്ടില്ല എന്ന് പറയും. അദ്ദേഹം ഏകപക്ഷീയമായി ഒരു ചാനലിലിരുന്ന് കുറച്ച് വൃത്തികെട്ട ചോദ്യങ്ങളും വൃത്തികെട്ട ആശയങ്ങളും ഉണ്ടാക്കി അതിങ്ങനെ പബ്ലിഷ് ചെയ്ത്, അല്ലെങ്കിൽ പലതരത്തിലിങ്ങനെ ആളുകളോട് പറഞ്ഞ് ആക്ഷേപിച്ച്, ആ ആക്ഷേപം ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ അടിയിൽ വന്ന് അർമാദിച്ച് ആഹ്ലാദിച്ച് അതിങ്ങനെ വിറ്റെടുക്കുകയായിരുന്നു. അത് വിറ്റെടുക്കാൻ കഴിയുന്ന ഒരു ചന്ത ഈ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ രൂപപ്പെട്ടു എന്ന് മനസ്സിലാക്കിയാണ് അദ്ദേഹം അത്തരം ഒരു കച്ചവടവുമായിട്ട് ഇറങ്ങിയത്. പുള്ളി അതേ ഉൽപ്പന്നവുമായിട്ടാണ് UK വണ്ടി കയറിയത്. അവിടെ ചെന്ന് പെട്ടത് ഈ പറയുന്ന അഭ്യാസങ്ങൾ കാണിക്കുന്നവരുടെ മുന്നിലല്ല, കാര്യങ്ങൾ അറിയാവുന്ന ബോധ്യങ്ങളുള്ള കൺവിക്ഷനുള്ള ആളുകളുടെ മുന്നിലാണ്. ദേ കേട്ട് നോക്കൂ. 2 minutes. I'm not going to interrupt you. Guys, he's answering. Can you stop him? He's answering. That point, I asked you a second question. That is, if that is the case, what lets you marry 1 minute 30 seconds in Islam? And you just made a statement that is false in Islam. That's what you said. So why? We have the verses in the Quran itself which says, and even in Say what? In other figures, 1 minute 20 seconds. You can marry your own child if that girl is born out of wedlock. Why you can do that in Islam? Brilliant. Great, no problem. അതായത് മകളെ വിവാഹം കഴിക്കുന്നത് കൊണ്ട് എന്താണ് ഈ പറയുന്നത് പോലെ ഇസ്ലാമിൻ്റെ അഭിപ്രായം മകളെ വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച്? ഖുർആനിലെ ആയത്തിൽ മകളെ വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പുള്ളിയുടെ കയ്യിലുള്ള പോയിൻ്റ് ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കണം. പുള്ളിയെ പിന്തുണയ്ക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, പുള്ളി ഈ വീഡിയോയിൽ തന്നെ ഒന്ന് ചോദിക്കുന്നത് ഉമ്മയെ ബലാത്സംഗം ചെയ്താൽ സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ, രണ്ടാമത്തേത് മകളെ വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ചാണ്. എന്ന് വെച്ചാൽ ഒരു പ്യുവർ സൈക്കോ, ഒരുതരം സൈക്കിക് മൈൻഡുള്ള ഈ എന്താ പറയുന്നത്, ഒരു വികല ചിന്താഗതിക്കാരൻ എന്നുള്ളതിനപ്പുറത്ത് വേറൊന്നുമില്ല പുള്ളിയുടെ കയ്യിൽ. പുള്ളി അത് ഖുർആനിനെ കുറിച്ച് എന്താണ് പറയുന്നത്, അതെന്താണ് നിങ്ങൾ പറയാത്തത്? പുള്ളി ആദ്യത്തെ വിട്ടു. ഞാൻ ഇന്ന് സംപ്രേഷണം ചെയ്ത ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോയിൻ്റ് വിട്ടാണ് പുള്ളി നേരെ ഈ മകളെ വിവാഹം കഴിക്കുന്നതിലേക്ക് വന്നത്. അപ്പോഴും ഈ മറുപടി പറയുന്ന ആൾ വിട്ടില്ല. കേട്ടോളൂ. Now my 2 minutes. My 2 minutes without interruption. First of all, 2 മിനിറ്റ് എനിക്ക് തരണം, ഒരു തടസ്സവും കൂടാതെ. Why sleeping with one's mother is wrong? He keeps saying science says that. Science doesn't say anything about sleeping with one's mother. Science has nothing to say with sleeping with one's mother. Science simply says if you sleep with a human being, another human being, this will happen. That will happen. So why wait. It doesn't. I didn't interrupt you. It doesn't say why it's wrong or why it's right. It doesn't say that. So science is not his defense. He has no answer. The conclusion is he has no answer. ഫസ്റ്റ് പോയിന്റ് പുള്ളി കട്ട് ചെയ്തു. ഫസ്റ്റ് പോയിന്റ് കട്ട് ചെയ്ത് എന്താ, കഴിഞ്ഞ വീഡിയോയിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ആദ്യ ഭാഗത്ത് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതായത് ഈ ഉമ്മയെ ബലാത്സംഗം ചെയ്യുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ തിരിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു, നീ യുക്തിവാദിയാണല്ലോ, നിങ്ങൾ യുക്തിവാദിയാണല്ലോ, അല്ലെങ്കിൽ കാഫിറാണെന്ന് എഴുതിക്കൊണ്ട് നടക്കുന്ന ആളാണല്ലോ, നിങ്ങൾ ഉമ്മയെക്കുറിച്ച് ഇങ്ങനെ ചെയ്യാറുണ്ടോ? അപ്പോൾ അദ്ദേഹത്തിന് ഇല്ല, ഒരിക്കലും ഇല്ല. എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അത് സയൻസ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൽ നിന്ന് ചാടിയാണ് അപ്പം തന്നെ പുള്ളി കട്ട് ചെയ്തു. സയൻസ് എന്താ പറഞ്ഞിരിക്കുന്നത്, സയൻസ് എന്താ മൊറാലിറ്റിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, സയൻസ് എന്താ പാപത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, സയൻസ് എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ അതിൽ നിന്നാണ്
പുള്ളി ഒരു മാക്രിച്ചാട്ടം ചാടി അടുത്ത പോയിന്റിലേക്ക് വീണത് ഏത് മകളെ വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് എന്താണ് ഇസ്ലാമിലെ അഭിപ്രായം. അപ്പോൾ അദ്ദേഹം അതിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യത്തെ പോയിന്റിൽ നിങ്ങൾക്ക് ആൻസർ ഇല്ല, നിങ്ങൾ പറഞ്ഞത് കളവാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പറഞ്ഞ പോയിൻ്റാണ് ഈ പറഞ്ഞ സയൻസിൽ. ഏത് സയൻസിലാണ്, ഏത് സയൻറ്റിസ്റ്റാണ് പറഞ്ഞത്? സയൻസ് ആകെ പറയുന്നത് എന്താ? അദ്ദേഹത്തിൻ്റെ പോയിൻ്റാണ്, ഒരു രണ്ട് മനുഷ്യർ തമ്മിൽ കിടന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് സയൻസ് പറയും. ഉറങ്ങുകയോ അല്ലെങ്കിൽ അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവിടെ എന്താ സംഭവിക്കുന്നത്, അതിനുള്ള പ്രിക്വേഷൻ എന്താണ്, അങ്ങനെ സംഭവിക്കുമോ? അല്ലാതെ ഉമ്മയെ ഇങ്ങനെ ഈ പറഞ്ഞ പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ അതിന് ഏത് സയൻസ് ഏത് തിയറിയാണ് പഠിച്ചിട്ടുള്ളത്? ഏത് തിയറിയാണ് പഠിച്ചിട്ടുള്ളത്? ഒരു തിയറിയും ഒരു മനുഷ്യനും ഇന്ന് ഭൂമിയിൽ പഠിച്ചിട്ടില്ല. എന്നിട്ടും ഈ കളവ് മാത്രം പറയുന്ന ആരിഫ് ഹുസൈൻ പറയുകയാണ് അതിന് സയൻസ് ഉണ്ടെന്ന്. അതിന് ശേഷമാണ് ഇദ്ദേഹം ഉന്നയിച്ച രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഇദ്ദേഹം കടക്കുന്നത്. കേൾക്കാം. Your Quran, wait. You when you marry, you sleep. Do you have a wife? Do you have a wife? Do you have a wife? Do you sleep with her? Do you sleep with her? Okay, clearly you sleep with your wife, right? If you're married. So the Quran, he claimed the Quran says you can marry your child, right? I want him to now, if you are fair, everyone listening, I want him to pull out the ayah from the Quran, the verse where it says you can marry your child. If he does not pull that out, then know that this guy is not only a lame Zionist, a lame BJP apologist, he's a liar also. Like പോയിന്റ് എന്താണ്? നിങ്ങൾ പറഞ്ഞു ഖുർആനിൽ മകളെ വിവാഹം കഴിക്കാൻ അനുവദിച്ചിട്ടുണ്ടെന്ന്. അതേത് ആയത്തിലാണ്, ഏത് വാചകത്തിലാണ് പറഞ്ഞിരിക്കുന്നതെന്ന് കൃത്യമായി പറയുക. എന്നിട്ട് അവിടെ കൂടിയിരിക്കുന്നവരോട് പറയുക, നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇയാൾ പറഞ്ഞിരിക്കുന്നത് ഇതിലുണ്ട് എന്നാണ്. അങ്ങനെ ഉണ്ട് എന്ന് ഇയാൾക്ക് തെളിയിക്കാനായില്ലെങ്കിൽ ഇയാളൊരു BJP കള്ളൻ മാത്രമല്ല, സയനിസ്റ്റ് കള്ളൻ മാത്രമല്ല, ഇയാൾ അസത്യം മാത്രം പറയുന്ന ഒരു പെരുങ്കള്ളനാണ് എന്ന് പറഞ്ഞിട്ട് ആയത്ത് കാണിക്കാൻ പറയുകയാണ്. ആയത്ത് കാണിക്കാൻ പറഞ്ഞപ്പോൾ സാക്ഷാൽ നമ്മുടെ ആരിഫ് ഹുസൈൻ ഇതിങ്ങനെ തിരുമാൻ തുടങ്ങി. ഏത് ആയത്തെടുക്കുക, പുള്ളിയുടെ മൊബൈലിലാണല്ലോ ആയത്തുള്ളത്, ആയത്ത് തുടച്ചെടുക്കുക. എന്നിട്ടോ the BJP propagandists and all the Zionist scumbags. He's a liar. He's a liar who's lying upon our faith because they can do nothing but lie. And today is his exposure day. All the Muslims of India, spread this. This is janazah for this guy who claims things online, and when he's faced with challenges, he has nothing. He's going to pull out the ayah from the Quran now and time out. ഇയാൾ കള്ളനാണ്, ഇയാൾ കളവ് പറയുകയാണ്, ഇയാളുടെ പറയുന്നതിൽ ഒരു സത്യവുമില്ല. ഇന്നത്തെ ദിവസം ഇയാളെ പൊളിച്ചു കാട്ടുന്ന ദിവസമാണ്, ഇയാളെ തുറന്നു കാട്ടുന്ന ദിവസമാണ്. ഈ ദിവസം ഇന്ത്യയിലെ മനുഷ്യരെ, മുസ്ലിങ്ങളെ നിങ്ങൾ നോക്കിക്കൊള്ളൂ, ഇയാൾ പറയുന്ന കളവ് മുഴുവൻ തെളിയിക്കപ്പെടുന്ന ദിവസമാണെന്ന്. ഈ ദിവസം, ഏത് ദിവസം? UK അവരെ പഠിപ്പിക്കാനായി പോയ ദിവസം, വാദമുഖങ്ങളും കൊണ്ട് അവിടെ പോയ ദിവസം, അവിടെ പോയി എന്തെങ്കിലും വിറ്റെടുക്കാമെന്ന് ചെന്ന ദിവസം, ആ ദിവസമാണ് എന്ന് പറഞ്ഞിട്ട് സാധാരണ നമ്മൾ ഈ പോയിന്റ് പറയുമ്പോൾ ഞാൻ അനന്തമായി തിരുമിക്കൊണ്ട് നിൽക്കാനൊക്കത്തില്ലല്ലോ. അതുകൊണ്ട് പുള്ളി പറയുന്നു, ദിസ് ഈസ് യുവർ ടൈം, നിങ്ങളുടെ സമയമാണിത്, നിങ്ങൾ സെർച്ച് ചെയ്യുക, എളുപ്പം സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. One second. You don't run away. No, it's time. Wait, time up. It's your time. I'm taking the words. Start is time. 2 minutes. No, just. നിങ്ങൾക്ക് UK ആയതുകൊണ്ടാണ് സമയത്തിന് ബുദ്ധിമുട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ തൊഴിലുണ്ടല്ലോ, ജീവിക്കാൻ വേറെ മാർഗമുണ്ടല്ലോ. പുള്ളിയുടെ തൊഴിലും വരുമാനവും ഇതാണ്. അപ്പോൾ പുള്ളിക്കിത് സമയം ഒരു പ്രശ്നമല്ല. ഇത് എത്ര നേരം നീട്ടി പറയാമോ അത്രയും കൂടുതൽ നേരം അതിന് കിട്ടുന്ന സ്പോൺസർഷിപ്പും കിട്ടും, പരസ്യവും കിട്ടും, എല്ലാം കിട്ടും. നിങ്ങൾക്ക് വേറെ പണിയുള്ളത് കൊണ്ടാണ് ഈ ടൈം പറഞ്ഞത്. പുള്ളി അപ്പോൾ ടൈം തപ്പുക. When you make a claim, you should have the verse on your fingertips. You should know the verse. Yes, look at his notes. Once he forgets. For some reason. Start is time. Started already. Yeah, the time. You will never find it's not. Left. Let me take the verse, then you can start the time. Now I knew I didn't want to do it. പുള്ളി പറഞ്ഞെന്താണെന്നറിയോ? പുള്ളി പറഞ്ഞത് ഞാൻ ആദ്യം ഈ വാക്കൊന്ന് എടുക്കട്ടെ, എടുത്തു കഴിഞ്ഞ് നിങ്ങൾ സമയം കൂട്ടാൻ എന്ന് പറഞ്ഞാൽ ഒന്ന് കണ്ടുപിടിച്ചോട്ടെ, കണ്ടുപിടിച്ച് കഴിഞ്ഞ് നിങ്ങൾ എണ്ണിക്കോളാൻ. അങ്ങനെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മൾ സാറിന് ഗുസ്തി പിടിക്കുമ്പോൾ ഒരാളിനെ തെള്ളി താഴെ ഇട്ട് കഴിഞ്ഞാണ് 1 2 3 4 എന്ന് എണ്ണുന്നത്. പുള്ളി പറഞ്ഞാൽ അങ്ങനെയല്ല, ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് നിങ്ങൾ എണ്ണിക്കോളാൻ. അതുപോലെ പുള്ളി കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ എണ്ണിക്കോളൂ. They know
They know when faced with Muslims who study their faith, they have nothing but embarrassment. He doesn't even know science. He doesn't know philosophy. He doesn't know why he's ex-Muslim. He doesn't even know anything about Islam. He claimed the Quran says you can marry your child. ഈ നിൽക്കുന്ന ഇയാൾക്ക് ഫിലോസഫി അറിയില്ല, അഥവാ ദർശനങ്ങളെക്കുറിച്ച് അറിയില്ല, സയൻസ് അറിയില്ല, മതം അറിയില്ല, ഖുർആൻ അറിയില്ല, ഒന്നും അറിയില്ല. ഇയാൾ പറയുന്നത് പച്ചക്കള്ളമാണ്. ഇയാൾ ഞങ്ങളുടെ വിശ്വാസത്തിൽ കയറി പച്ചക്കള്ളം പറയുകയാണ്. ഇയാളൊരു നിരീശ്വരവാദിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട്, സയൻറ്റിഫിക് ആണെന്ന് അവകാശപ്പെട്ടുകൊണ്ട്, ദർശനങ്ങൾ പറയുന്ന ആളാണെന്ന് അവകാശപ്പെടുന്നത് ഒന്നും ഇയാളുടെ കയ്യിലില്ല എന്ന് ദേണ്ട തെളിയിക്കപ്പെടാൻ പോവുകയാണ്. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. എന്തേ ആയത്തിങ്ങെടുക്കൂ, ആ വാചകം ഇങ്ങെടുക്കൂ, ആ പറഞ്ഞിരിക്കുന്ന വാചകം ഇങ്ങെടുക്കൂ, അത്രയേ ഉള്ളൂ. അതെടുത്താൽ തോറ്റു. ആര്? ഈ ഇസ്ലാമിന് വേണ്ടി പറയുന്നവർ തോറ്റു. അപ്പോൾ നമ്മുടെ ആരിഫ് അപ്പോൾ കുട്ടയിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. I want that verse. The Quran saying you can marry your child. I want that verse now. എനിക്ക് ആ വാക്ക് വേണം. ആ ഖുർആൻ. Apologize to all the Indian Muslims. All the Indian Muslims in India, you have been demonizing and dehumanizing. Apologize to them. Say I am sorry. Oh Muslims, I am a fool, I'm an idiot, I'm a Zionist. നിങ്ങൾ എടുക്കൂ. ഒന്നെങ്കിൽ നിങ്ങൾ എടുത്ത് കാണിക്കൂ, ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളോടെല്ലാം അപ്പോളജൈസ് ചെയ്യൂ, മാപ്പപേക്ഷിക്കൂ. ഞാനൊരു ഇഡിയറ്റാണെന്ന് സമ്മതിക്കൂ, ഞാനൊരു സയനിസ്റ്റാണെന്ന് സമ്മതിക്കൂ, ഞാൻ കളവ് പറയുന്നവനാണ്, എനിക്കൊരു ചുക്കും അറിയില്ലെന്ന് സ്വയം സമ്മതിക്കൂ. It's my time. It's my time. Now my time. Clearly, ladies and gentlemen, there is no verse in the Quran that says you can marry your child. So no, guys, are you here to help me or are you here to cause problems? I hope he's not paying you. Okay, don't help him. Let him find it. If you make noise, you're helping him. Adnan, it's your time. Yeah. So ask him. So, ladies and gentlemen, he does not have this verse because this verse does not exist. We know the Quran. It's not. അവിടുന്ന് കേട്ട് ബഹളം വെച്ചവരോട് പറയുകയാണ്, നിങ്ങൾ ബഹളം വെച്ചാൽ ആ സത്യം എനിക്ക് പറയുന്നതിൽ നിന്ന് തടയുകയാണ്. ബഹളം വെക്കാൻ ഇയാൾ നിങ്ങൾക്ക് കാശ് തന്നിട്ടുണ്ടോ? ഒരു സംഘമായിട്ടാണ് പോയത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ഒരു വാക്ക് ഞങ്ങളുടെ ഖുർആനിലില്ല. ഞങ്ങൾ അഥവാ ഞാൻ ഖുർആൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വാചകം അതിനുള്ളിലില്ല. These are liars. When they say they're ex-Muslim, they want money from the BJP government, they want money from the Zionists, and they want visits, tours to Israel so that they can be given platform to talk to ignorant fools. Right? Now ഇയാൾക്ക് BJPയിൽ നിന്ന് പണം വേണം, ഇയാൾക്ക് സയനിസ്റ്റിൽ നിന്ന് പണം വേണം, ഇയാൾക്ക് ഈ ചെലവിൽ ഇസ്രയേലിൽ സന്ദർശിക്കണം, എന്നിട്ട് കുറച്ച് മണ്ടന്മാരെ മണ്ടത്തരങ്ങൾ പറഞ്ഞ് ഇയാൾക്ക് ആവേശം കൊള്ളിക്കണം. അതിനുവേണ്ടി മാത്രം നടക്കുന്ന, സയൻസിൽ വിവരമില്ലാത്ത, ദർശനത്തിൽ വിവരമില്ലാത്ത, മതത്തിൽ വിവരമില്ലാത്ത ഒരു മഹാഫൂളാണ് ഇദ്ദേഹം. Now we are talking. Show me the verse or you will apologize like a gentleman if you want. You're a kafir and not every kafir is fully evil. Okay? There are kuffar. നിങ്ങളൊരു കാഫിറാണ്. എല്ലാ കാഫിറുമാരും അല്ലെങ്കിൽ എല്ലാ അവിശ്വാസികളും കയ്യിലും ഈവിൾ ഉണ്ടാകണമെന്നില്ല. പക്ഷേ നിങ്ങൾ ഈവിളുള്ള ഒരാളാണ്. അതുകൊണ്ട് നിങ്ങൾ പറയുകയാണ്. BJP and the Zionists work together to hate Muslims and spread hatred against Muslims in India. You, the Indian Muslims, be proud of your faith and don't be intimidated by individuals like this. Always challenge them. Bhagjo. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങളുടെ വിശ്വാസം പോകണ്ട. യവനൊരു ആന മണ്ടത്തരമാണ്, യവൻ ആന മണ്ടനാണ്, യവൻ പറയുന്നതിലൊന്നും സത്യമില്ല, ഇയാൾക്കൊരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല, ഇയാൾ വെറും കള്ളനാണ്, കള്ളത്തരമാണ് പറയുന്നത് എന്ന് ആവർത്തിച്ച് പറയുകയാണ്. Why do the Zionists eat gai mata? Why do they eat gai mata? മലയാളത്തിലുണ്ടെന്ന്. They eat the cow, which is sacred to BJP. Adnan, what Why do they eat cows? Adnan, There's no ayah. There's no verse. Why are you running away? There is no verse. Are you going to run away? Find it. Find it. I'll wait.
I will wait. Once this video is Wait. Even AI is not helping you. once this Even AI is not helping you. and my ignorance. What's your name? What's your name? You don't know my name. No, I don't know. What's his name? No problem. What's his name? Once I upload He the said video, Arif earlier. you can watch. I told you this. Arif. All the information and all evidence will be there online. So you're going to cut up the videos, and then you're going to. എല്ലാം കേരളത്തിൽ വന്നാൽ തരാവുന്നു. Right here. Right here. Look at you. Your excuse the internet. I'll give you internet. How about that? No, we have internet. I'll give you Yeah, internet. my phone. ആ എൻ്റെ ഫോണിലുണ്ട് ഇൻ്റർനെറ്റ്, അതിലെടുത്ത് തരാവുന്നു. ആ No excuses now. My phone. We are not going to watch your channel. എല്ലാവരും മൊബൈൽ കൊടുക്കുക കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. No problem. Take half an hour break and find the ayah, then come back. His friend is telling him, भाग, निकल. वो बोल रहा है उसको निकल भाई, भाग भैया निकल यहाँ से भैया निकल. He's going to cut it. He's going to give you an explanation Yes, and yes. video later. That's how it's We're going to give you half an hour. So next time, ex-Muslims, self-imposed Come back kafir, here right do now. not make challenges you can't keep. He challenged Adnan that he's going to ask this question, and then he has no answer, no evidence. So All he has to do is like the normal haters, नहीं make claim and run away. अभी मैं हिंदी में बोलूंगा सारे इंडियन मुस्लिम्स के लिए कि ये बंदा जो अपने आप को ये जो the daughters and it's wrong. You're clearly saying it's wrong. Hello. Wait. Evidence or Yeah, no problem. Why are you afraid? But Just wait for the video. No problem. You can post what you like. My question is, you're clearly saying. I will apologize online. I will send you a copy. You can. No, don't. You're clearly saying it's wrong. Wait. You're clearly saying it's wrong. Okay. No, it's not left. No. You're clearly. Wait. Hashim. You're clearly saying it's wrong. Come on down. You're Bring evidence. sleeping with, marrying your own daughter is wrong. I agree with you. Wait. Yes. Marrying. No problem. Just wait for my answer. It's a separate question. You're saying marrying one's daughter is your stepdaughters under your guardianship. I will demand that online. You can watch the video when I'm back home. No. Okay? You come face to face on Dawah. I will ready for that. And if I'm not able to do that, I will apologize online. I will send you the video. I believe you're all. You can proceed. ഇവിടെ വെച്ച് കാണിക്കാനൊന്നുമില്ല, ഞാൻ നാട്ടിൽ പോയി ഓൺലൈനായി കാണിച്ചു തരാമെന്ന്. പുള്ളിയുടെ കയ്യിൽ പ്രത്യേക ഖുർആനുണ്ട്. You have no moral values. You are a Zionist apologist. You are a Zionist genocide apologist, right? So how can I trust you? I wouldn't trust you with a penny. I wouldn't leave a pound with you. Hello, this pound, I wouldn't trust him with this pound. Everyone has got value. Come back here next week. This is what the Quran does say. The Quran that is haram. I will pay. Okay. The final, Jazakallah khair. Come back here next week. The Quran says this. I don't know. Wait. Last point. No, last point. എന്നെ വിട്ടേക്കാം പ്ലീസ് എന്ന്. The Quran to the contrary, ladies and gentlemen, the Quran to the contrary says this. What does the Quran say about marrying one's daughters? The Quran says, wait. Surah 4. Just listen to this. Surah 4, verse 23. പടി. Verse 23. I want you to hear this verse. We will continue this. No. I want you to hear this verse. ഇത് കേട്ടിട്ട് പോയാൽ മതിയെന്ന്. ആ No. I want you to hear this verse. Ah. I want you to hear this verse. Just one verse. The Quran. പോയി. Why is he running? സംഗതി അങ്ങനെ ഓടിച്ചു വിട്ടു. എന്താ കഥ? നമ്മൾ സാറിന് പറയൂലേ, അവനവന് പറ്റുന്ന കളികളല്ലേ കളിക്കാവൂ, കഴിയാത്തടത്ത് കയറിയിട്ട് വല്ല കാര്യമുണ്ടോ? അവസാനം UK പോയി അവിടെ നിന്ന് തടി ഊരേണ്ടി വന്നു. ആയത്തിങ്ങ് കാണിക്ക്, അതിൻ്റെ ഖുർആൻ വചനം ഇങ്ങ് കാണിക്ക് എന്ന് പറഞ്ഞപ്പോൾ ഒന്നും കാണിക്കാനില്ലാത്ത സ്ഥിതി. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇയാളാണ് സയൻസ് പറയുന്നത്, മതം പറയുന്നത്, ഫിലോസഫി പറയുന്നത്.